അരളിപ്പൂവിന് ശേഷം ഇതാ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം തുമ്പപ്പൂവും തുമ്പച്ചെടിയും വില്ലനാകുന്നു. ചേർത്തലയിലെ വീട്ടമ്മയായ ജെ ഇന്ദുവിന്റെ മരണം തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചതുകൊണ്ടാണോ എന്നാണ് ഇപ്പോൾ സംശയമുയരുന്നത്. വീട്ടുകാർ തന്നെയാണ് ഇത്തരമൊരു സംശയം ആദ്യം ഉന്നയിച്ചത്. പക്ഷെ അങ്ങനെ ആവാൻ ഇടയില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ദുവിന് മറ്റു ചില ശാരീരിക അസ്വസ്ഥതകൾ കൂടി ഉണ്ടായിരുന്നു എന്നും അതാകാം മരണകാരണമെന്നുമാണ് പോലീസ് പറയുന്നത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചനകളിൽ നിന്നാണ് പോലീസിന്റെ ഈ പ്രതികരണം. അതേ അവസരത്തിൽ ആലപ്പുഴയിലെ റെസ്പിറേറ്ററി മെഡിസിൻ വിദഗ്ധൻ ഡോക്ടർ വേണുഗോപാൽ പറയുന്നത് ചില വ്യക്തികളിൽ തുമ്പച്ചെടി ദോഷം ചെയ്യുമെന്നാണ്. ജീവിതശൈലി രോഗമുള്ളവർ തുമ്പ കഴിക്കുന്നത് അപകടകരമായി മാറുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത് ചിലപ്പോൾ മരണത്തിനു വരെ കാരണമായേക്കാം. സസ്യങ്ങളിൽ നിന്നുള്ള വിഷവസ്തുക്കൾ ഹൃദ്രോഗം, പ്രമേഹം, കിഡ്നി രോഗങ്ങൾ എന്നിവ ഉള്ളവർക്ക് ദോഷകരമായി മാറിയേക്കാമെന്നും ഡോക്ടർ വ്യക്തമാക്കുന്നു. ലൂക്കസ് ആസ്പെറ എന്നാണ് തുമ്പയുടെ ശാസ്ത്രീയ നാമം അഥവാ ബൊട്ടാണിക്കൽ നെയിം. അതേസമയം തുമ്പപ്പൂ പല രോഗങ്ങളും ശമിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ടെന്ന് നാട്ടുചികിത്സകർ പറയുന്നു. തുമ്പപ്പൂ ഒറ്റമൂലി മരുന്നാണ് എന്ന് വികാസ് പീഡിയയിൽ വിശദമായി കൊടുത്തിട്ടുമുണ്ട്. വയറിന്റെ ആരോഗ്യത്തിനും അസിഡിറ്റി, ഗ്യാസ്, അലർജി, സൈനസൈറ്റിസ്, പ്രസവശേഷം ആരോഗ്യ പരിപാലനം, ശരീരത്തിലെ വ്രണങ്ങളും മുറിവുകളുമെല്ലാം സുഖപ്പെടുത്തുന്നതിന്, ചുമക്ക്, ഇതിനൊക്കെ തുമ്പയുടെ പൂവും ഇലകളുമൊക്കെ ഉപയോഗിക്കാമെന്നാണ് വികാസ് പീഡിയ പറയുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും വന്ന ശേഷം കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകുമെന്നും ചേർത്തല പോലീസ് പറയുന്നു. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുമുണ്ട്. ചേർത്തല എക്സ്റേ ജംഗ്ഷന് സമീപം താമസിക്കുന്ന ഇന്ദുവും കുടുംബാംഗങ്ങളും വ്യാഴാഴ്ച രാത്രി തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചിരുന്നു. പിന്നാലെ ഇന്ദുവിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് വീട്ടുകാർ പറയുന്നത്. ആദ്യം ചേർത്തലയിലെയും പിന്നീട് നെട്ടൂരിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഇന്ദു മരിക്കുകയായിരുന്നു. ഇന്ദുവിനെ കൂടാതെ തുമ്പപ്പൂ തോരൻ കഴിച്ച പിതാവ് ജയാനന്ദനും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇതോടെയാണ് തുമ്പയ്ക്ക് വില്ലൻ പരിവേഷം കിട്ടിയത്. ഇക്കഴിഞ്ഞ മേയിൽ അരളിപ്പൂവ് കഴിച്ചതിന് പിന്നാലെ ഹരിപ്പാട് ഒരു യുവതി മരിച്ചിരുന്നു. രാസപരിശോധനാ ഫലം ലഭിക്കാത്തതിനാൽ മരണകാരണം ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ്. സൂര്യ സുരേന്ദ്രനാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. അരളിയുടെ പൂവോ ഇലയോ നുള്ളി വായിലിട്ട് ചവച്ചത് മൂലമാണ് മരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. UK-യിൽ നഴ്സിംഗ് ജോലി കിട്ടി യാത്രക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അയൽവീടുകളിൽ യാത്ര പറയാൻ പോയതായിരുന്നു സൂര്യ. മടങ്ങി വരും വഴി മൊബൈലിൽ കോൾ വന്നപ്പോൾ അടുത്തുള്ള അരളിച്ചുവട്ടിൽ നിന്ന് ഫോണെടുത്ത് സംസാരത്തിനിടെ അരളിയുടെ ഇലയും പൂവും പറിച്ചെടുത്ത് വെറുതെ അതിന്റെ തുമ്പ് വായിൽ വെച്ച് കടിച്ചിരുന്നു. പെട്ടെന്ന് തുപ്പിക്കളയുകയും ചെയ്തു. എമിഗ്രേഷൻ പരിശോധനയ്ക്കിടെ കുഴഞ്ഞു വീണ സൂര്യയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും തിങ്കളാഴ്ച രാവിലെ മരണപ്പെടുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് കൊടുക്കുന്ന പ്രസാദങ്ങളിൽ നിവേദ്യത്തിലും അരളിപ്പൂവ് ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നു. ഈ സംഭവത്തിന് ശേഷം അരളിച്ചെടി കഴിച്ച് ചില വളർത്തുമൃഗങ്ങൾ ചത്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതോടെ വീട്ടുമുറ്റത്തെ പൂന്തോട്ടങ്ങളിൽ നിന്ന് അരളിച്ചെടി പുറത്തായി. നഴ്സറികളിൽ അരളിച്ചെടി വാങ്ങാനെത്തുന്നവരുടെ എണ്ണവും ഇപ്പോൾ വളരെ വളരെ കുറവാണ്. കേരളത്തിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു സസ്യമാണ് തുമ്പ. ആയുർവേദ ഔഷധങ്ങളിൽ ഇതിന്റെ ഇലയും വേരും ഉപയോഗിക്കാറുണ്ട്. അത്തപ്പൂവിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് തുമ്പപ്പൂവ്. കർക്കിടകവാവ് ബലി തുടങ്ങി മരണാന്തര ക്രിയകൾക്കും തുമ്പപ്പൂ ഉപയോഗിക്കുന്നുണ്ട്. പ്രസവം കഴിഞ്ഞു കിടക്കുന്ന സ്ത്രീകൾക്ക് തുമ്പ കുറുക്കായി നൽകാറുണ്ട്. യഥാർത്ഥത്തിൽ തുമ്പച്ചെടിയിൽ വിഷമടങ്ങിയിട്ടുണ്ടോ? കൂടുതൽ പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നാലേ അന്തിമമായി ഇക്കാര്യത്തിലൊരു തീർപ്പ് പറയാനാകൂ. ന്യൂസ് ഡെസ്ക്, കേരള ലൈഫ്.